വർഷമായിട്ട് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റൽ പ്രോജക്ട്സ് ചെയ്തു വന്നിട്ടുള്ളതാണ് ക്യാപ്ചർ. ഇതിൻ്റെ ഈ ഒരു പ്രോസസ്സ് എക്സ്പെർട്ടൈസ് ഇത് എങ്ങനെയാണ് ചെയ്തു വന്നിരിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് ക്യാപ്ചറിൻ്റെ സിഇഒയും ഫൗണ്ടറുമായിട്ടുള്ള ഷിജേഷ് സാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. വെൽക്കം സർ. താങ്ക് യു. സർ, എപ്പോഴൊക്കെയാണ് ഒരു ഹോസ്പിറ്റലിന് എക്സ്പാൻഷൻ ആവശ്യം വരുന്നത്? 2-3 കാര്യങ്ങളാണ് അതിലുള്ളത്. ഏറ്റവും ആദ്യം തന്നെ ഒരു പേഷ്യൻറ്റിൻ്റെ ലോഡ് കൂടുന്ന സമയത്ത്, ആൻഡ് സെക്കൻഡറി ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അതിൽ ആഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുതിയൊരു സർവീസ് ആഡ് ചെയ്യുമ്പോൾ, ആൻഡ് തേർഡ് വൺ ഈസ് ആ ഒരു എക്സിസ്റ്റിംഗ് ഫെസിലിറ്റിയുടെ കോൺസെപ്റ്റ് ഔട്ട്ഡേറ്റ് ചെയ്യുമ്പോൾ, കാരണം ഇപ്പോൾ ഒക്കെ ഇങ്ങനെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള പുതിയ പുതിയ ഹോസ്പിറ്റൽ വരുന്നുണ്ടല്ലോ, അപ്പോൾ ആ ഒരു എക്സിസ്റ്റിംഗ് ഉള്ള ഒരു ഫെസിലിറ്റിയുടെ ആ ഒരു ഡിസൈൻ ഔട്ട്ഡേറ്റഡ് ആയി പോകുന്ന ഒരു സന്ദർഭത്തിൽ ചെയ്യണം. ശരിക്കും എല്ലാ ഇൻഡസ്ട്രിയിലും പോലെ തന്നെ ഹോസ്പിറ്റലായാലും ഗ്രോത്ത് എന്ന് പറഞ്ഞൊരു നാച്ചുറൽ പ്രോസസ്സാണ്. അപ്പോൾ ഈ ഗ്രോത്ത് വരുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറും അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സർ, ശരിക്കും ഹോസ്പിറ്റൽ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ചലഞ്ചിങ് ജോബല്ലേ? ശരിക്കും ഒരു ചലഞ്ചിങ് ജോബാണ്. കാരണം ഹോസ്പിറ്റൽ എക്സ്പാൻഷൻ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്യണം. വ്യക്തമായിട്ട് പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ഉറപ്പായിട്ട് അതൊരു ഡിലേ പ്രോസസ്സായിട്ട് ഒരുപാട് സമയം എടുത്തിട്ട് അത് തീർക്കാൻ പറ്റുള്ളൂ. സോ വ്യക്തമായ ഒരു പ്ലാനിങ് വേണം. നല്ലൊരു ചലഞ്ചിങ് ജോബ് തന്നെയാണ് ഹോസ്പിറ്റൽ എക്സ്പാൻഷൻ. സർ, ഏതൊക്കെ രീതിയിലാണ് ഈ ഹോസ്പിറ്റൽ എക്സ്പാൻഡ് ചെയ്യുന്നത്? ഞങ്ങൾ ശരിക്കും 4 സെഗ്മെൻറ്റിലാണ് ഒരു ഹോസ്പിറ്റൽ എക്സ്പാൻഷൻ പ്ലാൻ ചെയ്യുന്നത്. ദ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇൻ ഹോസ്പിറ്റൽ എക്സ്പാൻഷനാണ്. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഇൻ ക്യാമ്പസ് എക്സ്പാൻഷനാണ്. തേർഡ് വൺ ബ്രൗൺ ഫീൽഡ് എക്സ്പാൻഷൻ. ആൻഡ് ഫോർത്ത് വൺ എന്ന് പറഞ്ഞാൽ ഗ്രീൻ ഫീൽഡ് എക്സ്പാൻഷൻ. ഈ ഒരു 4 കാറ്റഗറി ആയിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റൽ എക്സ്പാൻഷൻ ചെയ്യുന്നത്. സർ, ഈ പറഞ്ഞ ഈ 4 സെഗ്മെൻറ്റ്സ് അതൊന്ന് ക്ലിയർ ആയിട്ട് വിശദമായിട്ടൊന്ന് പറയാമോ? അതിലാദ്യം തന്നെ ഉള്ളത് ഇൻ ഹോസ്പിറ്റൽ എക്സ്പാൻഷനാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ എക്സിസ്റ്റിംഗ് ഫെസിലിറ്റിയിൽ തന്നെ ഉള്ളൊരു എക്സ്പാൻഷനാണ്. ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില കൺസ്ട്രക്ഷൻ ഹോസ്പിറ്റലിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ഫ്ലോർ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഏരിയ വേക്കൻ്റ് ആക്കി വെക്കും ഫ്യൂച്ചർ എക്സ്പാൻഷന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഏരിയയിൽ നമ്മൾ പുതിയ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുക. ചിലപ്പോൾ ഒരു ICU കോംപ്ലക്സ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു OP ബ്ലോക്ക് ചെയ്യാം, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അല്ലാതെ തന്നെ ഇപ്പോൾ ചില ഏരിയയിൽ വെയിറ്റിംഗ് ഏരിയ കുറേ ഉണ്ടാവും. ഈ ഹോസ്പിറ്റലിൻ്റെ പേഷ്യൻ്റ് ലോഡ് കൂടുന്നതനുസരിച്ചിട്ട് അത് ചേഞ്ച് ചെയ്തിട്ട് ഒരു OP ബ്ലോക്ക് ആക്കാം. അങ്ങനെയുള്ള ഡിഫറെൻറ്റ് അതിൻ്റെ ഉള്ളിൽ തന്നെ എക്സിസ്റ്റിംഗ് ഫെസിലിറ്റീൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളൊരു ചേഞ്ചസാണ്, എക്സ്പാൻഷനാണ് ഈ ഇൻ ഹോസ്പിറ്റൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ. സാർ, അത് ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു വർക്കല്ലേ? ഈ ഹോസ്പിറ്റൽ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിലല്ലേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഹോസ്പിറ്റൽ എക്സ്പാൻഷനിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ഏരിയയാണ് ഇൻ ഹോസ്പിറ്റൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. കാരണം ഈ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ ഇത്തിരി സമയം കൂടി നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞങ്ങളുടെ ഒരു എക്സ്പെർട്ടൈസ് വെച്ചാൽ ഞങ്ങൾ ഈ ഒരു കാറ്റഗറിയിൽ ഒരുപാട് പ്രോജക്റ്റുകൾ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഞങ്ങൾ ഹോസ്പിറ്റൽ എക്സ്പാൻഷൻ ഹോസ്പിറ്റലിൻ്റെ വർക്കിലേക്ക് തുടങ്ങി തന്നെ ഈ രീതിയിലൊരു ചലഞ്ചിങ് ജോബ് എടുത്തിട്ടില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എറണാകുളത്തൊരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു 10-15ഓളമുള്ള OP മാറ്റേണ്ട 20ഓളം വർഷമായിട്ട് അത് കണ്ടിന്യൂസ് തിരക്കുള്ളൊരു ഹോസ്പിറ്റലാണ്. സോ അതിൽ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ പുറത്ത് തന്നെ ഒരു പന്തൽ ചെയ്തിട്ട്, നിങ്ങൾ എക്സിബിഷനൊക്കെ കാണുന്നില്ലേ, ഓരോ എക്സിബിഷനിൽ കാണുന്ന രീതിയിൽ ഞങ്ങളൊരു ടെമ്പററി ആയിട്ട് ഒരു 10-15ഓളം OP ക്രിയേറ്റ് ചെയ്ത് AC അറേഞ്ച് ചെയ്ത്, എന്നിട്ട് അതിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് 45 ദിവസം, കറക്റ്റ് 45 ദിവസം എന്ന് പറഞ്ഞത് ഒരു ഫാസ്റ്റ് ട്രാക്ക് ആയിട്ട് ആ ഏരിയ കൺവേർട്ട് ചെയ്തിട്ട് പിന്നെ അവരങ്ങോട്ടേക്ക് മാറ്റി. ദാറ്റ് മീൻസ് ഈവൺ ഒരു 1 അവർ പോലും നമുക്ക് ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ രീതിയിലുള്ള വർക്കാണ് ഇൻ ഹോസ്പിറ്റൽ എക്സ്പാൻഷനിൽ. റിയലി ചലഞ്ചിങ് ആണ്. ഒരു പ്ലാനിങ്ങിൻ്റെ ഒരു ഏരിയ ഒന്ന് സ്കിപ്പായി പോയിട്ടുണ്ടെങ്കിൽ അത് ഹ്യൂജ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. സോ ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ ചലഞ്ചിങ് ഏരിയ. സാർ, അടുത്തൊരു സെഗ്മെൻറ്റ് സാർ എന്തായിരുന്നു ഉദ്ദേശിച്ചത്? അത് ഇൻ ക്യാമ്പസ് എക്സ്പാൻഷനാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ എക്സിസ്റ്റിംഗ് ഉള്ള ഒരു ഹോസ്പിറ്റലുണ്ട്, അതിൽ ഇപ്പോൾ ഉള്ള ഏരിയ ഒക്കെ ഓൾറെഡി ഫില്ലാണ്. ബട്ട് ഈ ഒരു പേഷ്യൻ്റ് ലോഡ് അല്ലെങ്കിൽ ഒരു പുതിയ ഡിപ്പാർട്ട്മെൻറ്റ് ആഡ് ചെയ്യുമ്പോൾ അവർക്ക് എക്സ്പാൻഷൻ മാൻഡേറ്ററി ആയിട്ട് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ആ പർട്ടിക്കുലർ ഏരിയയിൽ നമ്മൾ പുതിയൊരു ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യും. ചിലപ്പോൾ അതിനോട് അടുത്തായിട്ട് ഒരു ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യും. എന്നിട്ട് പുതിയത് ഇതിനും തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യും. ഇപ്പം ഞങ്ങൾ മൂവാറ്റുപുഴ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. എക്സിസ്റ്റിംഗ് ഹോസ്പിറ്റലാണ്. കാരണം അവർക്ക് ഹ്യൂജ് ആയിട്ടുള്ളൊരു പേഷ്യൻ്റ് ലോഡ് വന്നപ്പോൾ വാട്ട് വി ഡിഡ്, നമ്മൾ പുതിയൊരു 30,000 സ്ക്വയർ ഫീറ്റിലെ പുതിയൊരു ബിൽഡിംഗ് അതുമായിട്ട് ചേർത്ത് കൺസ്ട്രക്ട് ചെയ്തു. അത് സ്റ്റീൽ ബിൽഡിങ്ങിലേക്കാണ് നമ്മൾ പോയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ടൈമില്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് പ്ലാൻ ചെയ്യണം. ഒരു ഭാഗത്ത് സിവിലിൻ്റെ ഫൂട്ടിംഗ് വർക്ക് നടക്കുമ്പോഴേക്ക് നമ്മളുടെ PEB സ്ട്രക്ചർ അവിടെ നിന്ന് വരും. അപ്പോൾ ആ ഒരു ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു പ്ലാനിങ്ങാണ്. അതിനുശേഷം നമ്മൾ 2 ബിൽഡിങ്ങിനെ തമ്മിൽ കണക്ട് ചെയ്യും. അതിനുവേണ്ടി സ്റ്റാറ്റ്യൂട്ടറി അപ്രൂവലൊക്കെ എടുത്തിട്ട് അത് കണക്ട് ചെയ്യും. അതാണ് ഇൻ ക്യാമ്പസ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ എക്സ്പാൻഷനിൽ നമ്മൾ ചെയ്തു വരുന്നത്. സർ, ഈ ഒരു സെഗ്മെൻറ്റിൽ ചലഞ്ചസ് കുറവായിരിക്കുമല്ലോ? ഇതിലുള്ള മെയിൻ ചലഞ്ചിങ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഇൻ്റഗ്രേഷനാണ്. നമ്മൾ ആ ഒരു എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിന് ഇതിനെ നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു പേഷ്യൻറ്റ് അല്ലെങ്കിൽ ഒരു ബൈസ്റ്റാൻഡർ പോകുമ്പോൾ നാളെ പോകുമ്പോൾ ഇതൊരു സീംലെസ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യണം.
അപ്പോൾ നമ്മൾ ആ ഒരു ഇൻ്റഗ്രേഷൻ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഈ ബിൽഡിങ്ങുമായിട്ട് കണക്ട് ചെയ്തെടുക്കുന്നതുകൊണ്ട് ചില ഡിഫിക്കൽട്ടീസൊക്കെ ഉണ്ട്. ചിലപ്പോൾ നമ്മളുടെ ഒരു പെർഫെക്റ്റായിട്ടൊരു ക്ലിനിക്കൽ ഫ്ലോനെ അങ്ങ് മാച്ച് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഒരു ചെറിയൊരു ഡിഫിക്കൽട്ട് ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഇത് ഹോസ്പിറ്റലിൻ്റെ ഇൻസൈഡല്ല ഈ ഒരു എക്സ്പാൻഷൻ വരുന്നെങ്കിൽ അതുമായിട്ട് ചേർന്ന അവിടെ ഈ പേഷ്യൻറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടാവും, ബൈസ്റ്റാൻഡർ വന്ന് പ്രശ്നം ഉണ്ടാക്കും, വർക്ക് സ്റ്റോപ്പ് വയ്ക്കും. അങ്ങനെ സെർട്ടൻലി ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ചലഞ്ചിങ് ആണ്. അപ്പോൾ ഇതിനും അതിൻ്റേതായ ചലഞ്ചിങ് ഉണ്ട്. സർ തേർഡ് വൺ എന്ന് പറഞ്ഞാൽ ബ്രൗൺ ഫീൽഡ് എക്സ്പാൻഷനാണ്. ഈ ബ്രൗൺ ഫീൽഡ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം കൂടുതലായിട്ട് കുറച്ച് കണ്ടുവരുന്നതാണ്. ഇപ്പോൾ ചില ഹോസ്പിറ്റൽസ് മൾട്ടി സിറ്റി വേറെ ഇവിടത്തേക്കൊക്കെ എക്സ്പാൻഷൻ ചെയ്യുമ്പം അവർ യൂഷ്വലി ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ സിക്കായിട്ടുള്ള ഹോസ്പിറ്റൽ യൂണിറ്റ്, മുമ്പ് കുറേ കാലമായിട്ട് വർക്ക് ചെയ്യാത്ത ഹോസ്പിറ്റൽ യൂണിറ്റ് അല്ലെങ്കിൽ നഷ്ടത്തിലായ ഹോസ്പിറ്റൽ യൂണിറ്റൊക്കെ ഒരു ലോങ് ലീസായിട്ടോ അല്ലെങ്കിൽ വാങ്ങിക്കോ ചെയ്യുന്നുണ്ട്. വാങ്ങിച്ചിട്ട് ഇവരുടെ പേർപ്പസ് അനുസരിച്ചിട്ട് അതിനെ കൺവേർഷൻ നടത്തും. ചെറിയ രീതിയിലുള്ള മോഡിഫിക്കേഷൻ, ചിലപ്പം കംപ്ലീറ്റ് മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന പ്രൊജക്റ്റുകളാണ് ബ്രൗൺ ഫീൽഡ് പ്രൊജക്റ്റ്. കഴിഞ്ഞ വർഷം നമ്മൾ ഏകദേശം ഒരു 3ഓളം ബ്രൗൺ ഫീൽഡ് പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് നൗ ഓൾസോ നമ്മൾ 1-2 പ്രൊജക്റ്റിൽ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് ബ്രൗൺ ഫീൽഡ് പ്രൊജക്റ്റുകളിൽ. സർ ഇത് കുറച്ച് എളുപ്പം തോന്നുന്നു കേട്ടിട്ട്. അല്ല, ഇത് ചെയ്യാൻ കുറച്ച് എളുപ്പമായിരിക്കാം, പക്ഷേ ഇതിനൊക്കെ ടൈം കൺസ്ട്രെയിൻസ് ഉണ്ട്. ഇതിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ ലോങ് ലീസ് അല്ലെങ്കിൽ അക്വയർ ചെയ്യുന്ന ഈ ബ്രൗൺ ഫീൽഡ് ചെയ്യുന്ന പ്രോജക്റ്റും ഈ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഹോസ്പിറ്റലിലും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാകും. ചിലപ്പോൾ അത് ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനൊക്കെ നമ്മൾ മൾട്ടി സ്പെഷ്യാലിറ്റി ആക്കുക, അല്ലെങ്കിൽ ചില കമേഴ്ഷ്യൽ പ്രൊജക്റ്റ് മാളുകൾ എടുത്തിട്ട് ഹോസ്പിറ്റലാക്കുന്നുണ്ട്. അപ്പോൾ ചില ഹോട്ടൽസ് കൺവേർട്ട് ചെയ്തിട്ട് ഹോസ്പിറ്റലാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഇൻഫ്രാസ്ട്രക്ചർ ശരിക്കും ഇതിന് കംപ്ലീറ്റ്ലി സ്യൂട്ട് ആയിരിക്കില്ല. അപ്പോൾ ഒരുപാട് കൺസ്ട്രക്ഷൻസ് ഉണ്ടാവും. ചിലപ്പോൾ ഹൈറ്റ് കുറവുണ്ടാവും, ഫ്രണ്ടേജ് ഉണ്ടാവില്ല, അങ്ങനെയുള്ള ഒരുപാട് സ്പേസ് കൺസ്ട്രക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾക്ക് എക്സാക്ട്ലി എന്താണോ നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് നമ്മൾക്ക് കംപ്ലീറ്റ്ലി പ്ലാൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒരുപാട് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ബിക്കോസ് എന്താണോ അവൈലബിൾ എന്നുള്ളതനുസരിച്ച് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. പിന്നെയുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ആ ഒരു പ്രൊജക്റ്റിലേക്ക് അതിൻ്റെ കുറച്ച് ഡോക്യുമെൻറ്റേഷനിലും ചിലപ്പം കുറച്ച് ബുദ്ധിമുട്ടുകൾ വരാം. കാരണം പഴയ ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ ബിൽഡിംഗ് വരാം, ഒരുപാട് ഇഷ്യൂസ് അതിൽ വരാം. അത്ര എളുപ്പമെന്ന് പറയാൻ പറ്റില്ല. സർ നമുക്കിപ്പോൾ പെട്ടെന്ന് ചാടിക്കയറി ഒരു ഹോസ്പിറ്റലിൽ അങ്ങോട്ട് ലീസിന് എടുക്കാനോ വാങ്ങാനോ പറ്റത്തില്ലല്ലോ. കുറേ പ്രീ പ്ലാനിങ് ഒക്കെ ആവശ്യമുണ്ടാവില്ലേ ഇതിന്? തീർച്ചയായും നല്ലൊരു പ്രീ പ്ലാനിങ്ങും നല്ലൊരു ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി ഒരു സൈഡ് ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി സ്റ്റഡി ചെയ്യണം. അതെല്ലാവരും ചെയ്തിട്ടെടുക്കും. കാരണം ആ ഒരു ഏരിയയിൽ എങ്ങനെയാണ് ഈ ഒരു പെർട്ടിക്കുലർ ഹോസ്പിറ്റൽ വന്നാലല്ലേ അത് ഡെഫിനറ്റ്ലി ക്ലയൻറ്റ് സൈഡിൽ നിന്ന് അതിൻ്റേതായ ഏജൻസികൾ വെച്ച് അവർ ചെയ്യും. അതിലിപ്പോൾ കമ്മിങ് ടു ദി ഇൻഫ്രാസ്ട്രക്ചർ പാർട്ടിലേക്ക് വരുവാണെങ്കിൽ ശരിക്കും അതിൻ്റെ നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചർ ഫീസിബിലിറ്റി സ്റ്റഡി നടത്തണം. അതിൻ്റെ സ്ട്രക്ചറിൽ ചെക്ക് ചെയ്യണം, എങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ, ഇനി അതിൻ്റെ മുകളിലൊരു ബിൽഡിംഗ് എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. പിന്നെ അതിൻ്റെ ഇൻറ്റേർണൽ ഡീറ്റെയിൽസുകൾ ചെക്ക് ചെയ്യണം. നമുക്കൊരു ഓപ്പറേഷൻ തിയേറ്റർ കൊണ്ടുപോകാനുള്ള ഹൈറ്റ് അതിനുണ്ടോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. അതിലേറെ ഇമ്പോർട്ടൻസ് ആണ് അതിൻ്റെ കോംപ്ലയൻസസ് പാർട്ട്. കാരണം അതിൻ്റെ അപ്രൂവൽസ്, കാരണം ഫയർ അപ്രൂവൽസ് ഉണ്ടാവാം, ഓക്യുപ്പൻസി ലൈസൻസുകൾ ഉണ്ടാവാം, ഡിഫറെൻറ്റ് ലൈസൻസ് അതിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി കോംപ്ലയൻസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ പാലിച്ചിട്ടുള്ളൊരു ബിൽഡിംഗ് ആണോ അത് എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യണം. സോ ബോത്ത് ഫിനാൻഷ്യലായിട്ടും ഒരു ഇൻഫ്രാസ്ട്രക്ചറായിട്ടുള്ളൊരു ഫീസിബിലിറ്റി സ്റ്റഡി ചെയ്തതിന് ശേഷമേ ഇങ്ങനെയുള്ള പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാൻ പാടുള്ളൂ. പ്രോബബ്ലി ഒരു നല്ലൊരു സ്ട്രക്ചറൽ എഞ്ചിനീയർ അല്ലെങ്കിൽ നല്ലൊരു കോൺട്രാക്ടർ ഇത് ചെയ്തിട്ടുള്ള ആൾക്കാരെ ബിഫോർ ഇത് എടുക്കുന്നതിന് മുമ്പ് ഓൺ ബോർഡ് ചെയ്യിച്ചിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം. സർ അപ്പോൾ അവസാനത്തത് ഗ്രീൻ ഫീൽഡ് പ്രൊജക്റ്റുകളാണ്. അതായത് ഒന്നുമില്ല, ബെയർ ലാൻഡ് വാങ്ങിച്ചിട്ട് അവിടെ പുതിയ ഫുൾ ആയിട്ടുള്ളൊരു ബിൽഡിങ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നൊരു പ്രോസസ്സാണ് ഈ ഗ്രീൻ ഫീൽഡ് പ്രോജക്റ്റ് വരുന്നത്. സർ അപ്പോൾ അത് ഫ്രം സ്ക്രാച്ചിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് റിക്വയർമെൻറ്റ് അനുസരിച്ച് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമല്ലേ? ഒരു ഡിസൈൻ ഫ്രീഡം അതിലുണ്ട്. തീർച്ചയായിട്ടും നമ്മളുടെ പർപ്പസ് അനുസരിച്ച് ഡിസൈൻ ചെയ്യാന്നുള്ളൊരു ഫ്രീഡം അതിലുണ്ട്. എന്നാലും അതിൻ്റെ ഒരു കംപ്ലയൻസ് പാർട്ട്, ആ ഏരിയയ്ക്ക് അനുസരിച്ചിട്ടുള്ളൊരു റൂൾ ഒക്കെ അനുസരിച്ചിട്ട് മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. ബട്ട് മറ്റ് പ്രൊജക്റ്റുകളെ അപേക്ഷിച്ചിട്ട് ഇതിലൊരു ഡിസൈൻ ഫ്രീഡം ഉണ്ട്, അത് തീർച്ചയാണ്. സർ അപ്പോൾ ഈ ഗ്രീൻഫീൽഡ് പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? അല്ല, അതിലേറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു മെഡിക്കൽ പ്ലാൻ വേണം, ഒരു ഹെൽത്ത് കെയർ സ്പേസ് പ്ലാനിങ് വേണം. അപ്പോൾ അതറിയുന്ന കൺസൾട്ടൻറ്റിനെ കൊണ്ട് മാത്രമേ അത് ചെയ്യിപ്പിക്കാൻ പാടുള്ളൂ. കാരണം അത് നമ്മളിത് സ്ക്രാച്ച് തൊട്ട് നേരത്തെ പറഞ്ഞ സ്ക്രാച്ച് തൊട്ട് തുടങ്ങുന്നതാണ്. അപ്പോൾ നമ്മൾക്കുള്ള എക്സാക്റ്റ് പർപ്പസ് ഫുൾഫില്ല് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. അതിന് നല്ലൊരു മെഡിക്കൽ പ്ലാനിങ് ആണ്. അതാണ് അത് ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്. അതിനുശേഷമാണ് അത് നെക്സ്റ്റ് ഡെവലപ്മെൻറ്റ് അത് വരുന്നത്. സർ ഇപ്പോൾ നേരത്തെ സെഗ്മെൻറ്റ്സിൽ പറഞ്ഞൊരു ടേമാണ് ഈ സ്പെഷ്യലൈസ്ഡ് കോൺട്രാക്ടേഴ്സ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രോസസ്സിനും പ്രോജക്റ്റിനും അങ്ങനെ സ്പെഷ്യലൈസ്ഡ് കോൺട്രാക്ടേഴ്സ്, സ്പെഷ്യലൈസ്ഡ് ഡിസൈൻസ് അതിൻ്റെ ആവശ്യമുണ്ടോ? നമ്മളെല്ലാ പ്രൊജക്റ്റും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഹോസ്പിറ്റൽ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ എക്സ്പാൻഷൻ പ്രോജക്റ്റുകൾ ചെയ്യുമ്പോൾ അവിടെ എറേഴ്സിന് ഒരു സ്പേസ് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് എറേഴ്സ് ഉണ്ടാവാനേ പാടില്ല.
കാരണം അത്രയും ക്രിട്ടിക്കലായിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് ഹെൽത്ത് കെയർ പ്രോജക്റ്റ് എന്ന്. പിന്നെ അതുകൂടാണ്ട് തന്നെ ഇതിൽ ഒരുപാട് ടെർമിനോളജീസുകൾ നമ്മൾ നോക്കാനുണ്ട്. ലൈക്ക് ഇൻഫെക്ഷൻ കൺട്രോൾ സിസ്റ്റം, പ്രോപ്പറായിട്ടുള്ള കംപ്ലയൻസസ് അനുസരിച്ചുള്ള സോണിങ് സിസ്റ്റം ഉണ്ട്. പിന്നെ അതുകൂടാണ്ട് ഡിഫറെൻറ്റ് കംപ്ലയൻസസ് നമ്മൾ മീറ്റ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ അറിയുന്നത് ഈ രീതിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഈ രീതിയിൽ എക്സ്പെർട്ടൈസ് ഉള്ള ഒരു കൺസൾട്ടൻറ്റിനായിരിക്കാം, കോൺട്രാക്ടറിനായിരിക്കാം, ഡിസൈനായിരിക്കാം. സോ അവരെ ഓൺ ബോർഡ് ചെയ്ത് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഏറ്റവും ഉത്തമമായ കാര്യം. സർ, ഒരു ഹോസ്പിറ്റൽ എക്സ്പാൻഷൻ തുടങ്ങാൻ പോകുന്ന ഒരു ഓണേഴ്സ് അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റ്, സാറിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് അഡ്വൈസ് എന്തായിരിക്കും? അങ്ങനെ ചോദിച്ചാൽ ഡോണ്ട് ബി റഷ് എന്നാണ്. കാരണം ഒരു റഷായിട്ട് എടുത്ത് ചാടിയിട്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടിയല്ല ഹോസ്പിറ്റൽ എക്സ്പാൻഷൻ. പെർഫെക്റ്റ്ലി പ്ലാൻ ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ആൾക്കാരെ ഓൺ ബോർഡ് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് ഹോസ്പിറ്റൽ എക്സ്പാൻഷൻ. ഇല്ലെങ്കിൽ അത് ഡിലേ ആവും, ഇല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ അതിലേക്ക് സംഭവിക്കും. അപ്പം പെട്ടെന്ന് ചാടി ഇറങ്ങി ചെയ്യാതെ പ്രോപ്പർലി പ്ലാൻ ചെയ്തിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഫസ്റ്റ് അഡ്വൈസ് ആയിട്ടുള്ളത്. സർ, ഈ പറഞ്ഞ ഈ പ്രോസസ്സിലൊക്കെ ക്യാപ്ചറിൻ്റെ റോൾ എന്താണ് അതിൽ? ക്യാപ്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോ ലോങ്ങർ എന്താ പറയുക, ഒരു ഡിസൈനേഴ്സ് മാത്രമല്ല, ഒരു കോൺട്രാക്ടേഴ്സ് മാത്രമല്ല, അല്ലെങ്കിൽ ഒരു വെണ്ടർ മാത്രമല്ല. ഞങ്ങളൊരു സൊല്യൂഷൻ പ്രൊവൈഡേഴ്സ് ഫോർ എ ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചറാണ്, എസ്പെഷ്യലി ഹെൽത്ത് കെയറിൽ. എന്താണ് എക്സ്പാൻഷൻ വേണ്ടതെന്നുള്ളത് ഫ്രം സ്ക്രാച്ച് ടിൽ ദ എൻഡ് ഓൾ സ്റ്റാറ്റ്യൂട്ടറി അപ്രൂവൽ ചെയ്ത് ഒരു ടേൺ കീ ബേസിൽ അത് ഹാൻഡ് ഓവർ ചെയ്യും. അതാണ് നമ്മളുടെ ഒരു എക്സ്പെർട്ടൈസ്. ആ ഒരു എക്സ്പെർട്ടൈസ് ബിൽഡ് ചെയ്യുന്ന ഒരു ടീമാണ് ക്യാപ്ചറിൻ്റെ ഒരു കോർ ടീമാണ് ഇതിലെ ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത്. താങ്ക് യു സർ. സാറിന് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഈ ഹെൽത്ത് കെയറിനെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നതിൽ ഡീറ്റെയിൽ ആയിട്ട് താങ്ക് യു.